So today we are going to discuss about the valuable products obtained from cell culture. Okay. In the last class we have discussed about cell culture and also the monoclonal antibodies production and hybridoma technology. So ഈ സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ലഭിക്കുന്നത് നോക്കാം. സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. ലൈക്ക് ബയോകെമിക്കൽസ് such as interferon, interleukins, hormones, enzymes, antibodies പോലുള്ള ബയോകെമിക്കൽസ് കിട്ടുന്നുണ്ട്. വൈറസ് വാക്സിൻസ്, പോളിയോ, മംസ്, മീസിൽസ്, റാബീസ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, റിൻഡർപെസ്റ്റ് അതുപോലുള്ള ഒരുപാട് അസുഖങ്ങൾക്കെതിരെയുള്ള വൈറസ് വാക്സിൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് സെൽ കൾച്ചർ വഴി. ഇപ്പം നമുക്ക് അറിയാമല്ലേ വാക്സിൻ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാം. അപ്പം ഇങ്ങനത്തെ ഈ വാക്സിൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതുപോലുള്ള സെൽ കൾച്ചേഴ്സ് വഴിയാണ്. ആൻഡ് സം ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ഒബ്റ്റെയിൻ ഫ്രം അനിമൽ സെൽ ലൈൻസ് ആണ്. അതൊക്കെയാണ് നോക്കാം. അതായത് ലാർജ് സ്കെയിലിൽ നമുക്ക് സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്യാം. ലാർജ് സ്കെയിലിൽ ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ലാർജ് സ്കെയിൽ കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അത് കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ടാവും യൂസ് ചെയ്യുന്നുണ്ടാവുക. അനിമൽ സെൽ പ്രൊഡക്ട്സ് ആർ മെയിൻലി ഹൈലി മോളിക്കുലർ വെയിറ്റ് ഉള്ള പ്രോട്ടീൻസ് ആണ്. ദേ ഇൻക്ലൂഡ് എൻസൈംസ്, ഹോർമോൺസ്, അനിമൽ വാക്സിൻസ്, മോണോക്ലോണൽ ആന്റിബോഡീസ്, ഇന്റർഫെറോൺസ് എക്സെട്ര. അപ്പോൾ അതിൽ വരുന്ന സെവറൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്ന ചില സെൽ കൾച്ചേഴ്സ് ആണ് ചില എൻസൈംസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അതാണ് ഏതൊക്കെയാണ്? ആസ്പെരാജിനേസ്, കൊളാജിനേസ്, ഹയാലുറോണിഡേസ്, പെപ്സിൻ, റെനിൻ, ട്രിപ്സിൻ, ടൈറോസിൻ, ഹൈഡ്രോക്സിലേസ് ആൻഡ് യൂറോകൈനേസ്. ഇതൊക്കെ നമ്മൾ ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന കുറച്ച് എൻസൈംസ് ആണ്. അതുപോലെ തന്നെ 4 ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് നമ്മൾ കൾച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൾച്ചർ സെൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഇൻക്ലൂഡ് ല്യൂട്ടനൈസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, കോറിയോണിക് ഹോർമോൺ ആൻഡ് എറിത്രോപോയിറ്റിൻ. ഓക്കെ. പിന്നെ അത് കൂടാതെ ചില പ്രൊഡക്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട് അനിമൽ സെൽ ലൈൻസ് വഴി. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എൻസൈംസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ എന്താണ് 4 തരത്തിലുള്ള 4 ടൈപ്സ് ഹോർമോൺസ് കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് എന്തൊക്കെ പ്രൊഡക്ട്സ് വേറെ ഈ സെൽ കൾച്ചർ വഴി സെൽ ലൈൻസ് വഴി കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വാക്സിൻസ്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വാക്സിൻസ് ഏതൊക്കെയാണ്? ഒരുപാട് വാക്സിൻസ് കിട്ടുന്നുണ്ട്. പോളിയോ, മംസ്, മീസിൽസ്, റാബീസ്, ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ്, അങ്ങനെ ഒരുപാട് ഡിസീസിനുള്ള വാക്സിൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ദ പ്രൊഡക്ഷൻ ഓഫ് ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വാക്സിൻ, FMD വാക്സിൻ എന്ന് പറയും. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് വാക്സിൻ നമുക്ക് FMD വാക്സിൻ പറയാം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയുള്ള എക്സാമ്പിൾ ആണ്. ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചർ വഴി ഉണ്ടാക്കുന്ന ഒരു വാക്സിൻ്റെ മെയിൻ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ആണ് FMD വാക്സിൻ. അതുകൂടാതെ സെവറൽ അതർ വാക്സിൻസ് യൂസ് ചെയ്യാറുണ്ട്. പോളിയോ വാക്സിൻ, അതുപോലെ തന്നെ ബോവൈൻ ലുക്കീമിയ വൈറസ്, BLV വാക്സിൻ, മംസ്, റുബെല്ല, ഇൻഫ്ലുവൻസ, മീസിൽസ് ആൻഡ് റാബീസ്. ആ വാക്സിൻസ് ഒക്കെ നമുക്ക് തന്നെ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും സെൽ കൾച്ചർ വഴി. പിന്നെ സെക്കൻഡ് വൺ ഇസ് ഇന്റർഫെറോൺസ്. സോ വാട്ട് യു മീൻ ബൈ ഇന്റർഫെറോൺസ് നോക്കാം. Interferons they are produced by a cell infected by a virus and provide protection to other healthy cells from virus discovered in 1957. അത് ഡിസ്കവർ ചെയ്ത് 1957 അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സെല്ല്, വൈറസ് ഇൻഫെക്ട് ചെയ്യുന്ന ഒരു സെല്ലാണ് ഈ ഇന്റർഫെറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഇന്റർഫെറോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? വേറെയുള്ള ഹെൽത്തി സെൽസിനെ വൈറസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. വൈറസിന്റെ അറ്റാക്കിൽ നിന്ന് ബാക്കിയുള്ള ഹെൽത്തി സെൽസിനെ ഇന്റർഫെറോൺസ് പ്രൊട്ടക്ട് ചെയ്യുന്നു. ഐസക്സ് ആൻഡ് ലിൻഡർമാൻ ആണ് ഇത് ഒബ്സർവ് ചെയ്തത്. Interferons they are a family of proteins ആണ്. They are made and secreted by cells of immune system. ഇമ്മ്യൂൺ സിസ്റ്റത്തിലുള്ള സെൽസ് ആണ് ഇത് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സെക്രേറ്റ് ചെയ്യുന്നതും ഇന്റർഫെറോൺസ്. പിന്നെ അത് കൂടാതെ they are antiviral agents ആണ്. അതുപോലെ തന്നെ ട്യൂമേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞ ഒരു വൈറസ് സെല്ലിനെ ഇൻഫെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർഫെറോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ബാക്കിയുള്ള സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യും, അത് ഇൻഫെക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ എന്താണ്? They are antiviral agents എന്ന് പറയാം. അത് ട്യൂമേഴ്സിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. They modulate the response of the immune system to virus, bacteria and cancer and other foreign substances. Okay. അവർ എന്ത് ചെയ്യുന്നു? They do not directly kill ചെയ്യുന്നില്ല. ക്യാൻസർ സെൽസിനെ ആയാലും വൈറസിനെ ആയാലും ഡയറക്ട്ലി കില്ല് ചെയ്യില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ഓക്കെ, റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നു. ആൻഡ് റെഡ്യൂസ് ദ ഗ്രോത്ത് ഓഫ് ക്യാൻസർ സെൽസ്. അവർ ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ റെഡ്യൂസ് ചെയ്യുന്നു ഇന്റർഫെറോൺസ്. ഓക്കെ, 3 ക്ലാസസ് ഓഫ് ഇന്റർഫെറോൺസ് ഉണ്ട്. They are interferon alpha, interferon produced by leukocytes or WBC, അതാണ് interferon alpha അല്ലെങ്കിൽ IFN alpha എന്ന് പറയും. സെക്കൻഡ് വൺ interferon produced by fibroblast, which is interferon beta അല്ലെങ്കിൽ IFN beta എന്ന് പറയാം. തേർഡ് വൺ interferon gamma അല്ലെങ്കിൽ interferon produced by stimulated T lymphocyte cells, hence also called immune interferon എന്ന് പറയും. സോ interferon alpha, beta, gamma 3 തരം interferons ഉണ്ട്. interferon alpha പ്രൊഡ്യൂസ് ചെയ്യുന്നത് WBC ആണ്. ഇന്റർഫെറോൺ ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫൈബ്രോബ്ലാസ്റ്റ് ആണ്. ഇന്റർഫെറോൺ ഗാമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റിമുലേറ്റഡ് T ലിംഫോസൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർഫെറോൺ ഗാമയെ നമുക്ക് ഇമ്മ്യൂൺ ഇന്റർഫെറോൺ എന്ന് വിളിക്കാം.
ഇങ്ങനത്തെ ഇന്റർഫെറോൺസിൽ ഒരുപാട് ക്യാൻസർ തെറാപ്പിയിൽ ഒരുപാട് എന്തുണ്ട് ഡിമാൻഡ് കൂടുതലാണ്. സോ റീസെന്റ് എന്താണ് ഇന്റർഫെറോൺ ആൽഫ ആൻഡ് ബീറ്റ ഹാവ് ബീൻ മെയ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഇൻ യൂറോപ്പ് ആൻഡ് ജപ്പാൻ. അവിടെയൊക്കെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ആൽഫ ആൻഡ് ബീറ്റ ഇന്റർഫെറോൺ ആൽഫ ആൻഡ് ബീറ്റ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുകൂടാതെ ഈ ഇന്റർഫെറോൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിംഗും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചർ യൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് വാക്സിൻസ് പറഞ്ഞു, രണ്ടാമത് ഇന്റർഫെറോൺസ് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു യൂസ് ആണ് പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ്. ഓക്കെ, എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ്? 2 അപ്രോച്ചസ് ആണ് ഇതിലുള്ളത്. ഇൻവിട്രോ പ്രൊഡക്ഷൻ ത്രൂ സെൽ കൾച്ചർ ടെക്നിക്. ഒന്നുകിൽ സെൽ കൾച്ചർ ടെക്നിക് വഴി നമുക്ക് ഇൻവിട്രോ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻ വൈവോ പ്രൊഡക്ഷൻ യൂസിങ് അസൈഡ്സ് ട്യൂമേഴ്സ് ഇൻ മൈസ് ഓർ റാറ്റ്. റാറ്റിലും മൈസിലോ അസൈഡ്സ് ട്യൂമേഴ്സ് ഉണ്ടാക്കിയിട്ട് ഇൻ വൈവോ പ്രൊഡക്ഷനും ചെയ്യാൻ പറ്റും മോണോക്ലോണൽ ആന്റിബോഡീസ്. പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്കാണ്. സോ അപ്പോൾ ഈ സെൽ കൾച്ചർ അങ്ങനെ മോണോക്ലോണൽ ആന്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു ആപ്ലിക്കേഷൻ ആണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ആൻഡ് അതർ മോളിക്യൂൾസ്. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ TPA ആൻഡ് അതർ മോളിക്യൂൾസിന്റെ പ്രൊഡക്ഷനിൽ. സോ a number of other proteins have also been produced using cultured cells. അതിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പ്രോട്ടീൻ ആണ് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ അല്ലെങ്കിൽ TPA എന്ന് പറയും. ഈ TPA അല്ലെങ്കിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ എന്താണ്? സേഫ് ആണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് എഫക്റ്റീവ് ഫോർ ഡിസോൾവിംഗ് ബ്ലഡ് ക്ലോട്ട്സ് ഇൻ പേഷ്യൻസ് വിത്ത് ഹാർട്ട് ഡിസീസ് ആൻഡ് ത്രോംബിക് ഡിസോർഡേഴ്സ്. ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്ന ആൾക്കാരിൽ, ത്രോംബിക് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്ന ആൾക്കാരിൽ എന്തുണ്ട് ബ്ലഡ് ക്ലോട്ട്സ് ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ യൂസ് ചെയ്യാറുണ്ട്. സോ ബ്ലഡ് ക്ലോട്ട്സ് എന്ത് ചെയ്യാൻ ഡിസോൾവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ TPA is also used in acute myocardial infarction. സോ ഹാർട്ട് അറ്റാക്കിൽ യൂസ് ചെയ്യാറുണ്ട്. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവര് ഈ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്ററിൽ യൂസ് ചെയ്യാറുണ്ട് ടു ഡിസോൾവ് ബ്ലഡ് ക്ലോട്ട്സ്. ഈ TPA എങ്ങനെയാണത് ബ്ലഡ് ക്ലോട്ട്സ് ഡിസോൾവ് ചെയ്യുന്നത് വെച്ചാൽ ഈ TPA എന്ത് ചെയ്യുന്നു? It catalyzes the proteolytic processing of inactive pro-enzyme plasminogen in blood into active protein plasmin. ബ്ലഡിലുള്ള ഇനാക്റ്റീവ് ആയുള്ള പ്രോ എൻസൈം ആണ് പ്ലാസ്മിനോജൻ. ഈ പ്ലാസ്മിനോജനെ ഇവർ എന്താക്കി മാറ്റുന്നു? പ്ലാസ്മിൻ എന്നുള്ള ആക്റ്റീവ് ആയുള്ള പ്രോട്ടീൻ ആക്കി മാറ്റുന്നു. പ്ലാസ്മിൻ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ടിലുള്ള ഇൻസോലബിൾ ആയിട്ടുള്ള ഫൈബ്രിനെ ക്ലീവ് ചെയ്യുന്നു. അങ്ങനെ അതിനെ സോലബിൾ ആയുള്ള ഫൈബ്രിൻ ഫ്രാഗ്മെന്റ് പെപ്റ്റൈഡ്സ് ആയിട്ട് മാറ്റുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്നു ആൻഡ് ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുമ്പോൾ ബ്ലഡ് വെസൽ ബ്ലോക്ക് ചെയ്യും. അപ്പോഴാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ചികിത്സയിലാണ് നമ്മൾ TPA അല്ലെങ്കിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ യൂസ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞത്? TPA എന്ത് ചെയ്യുന്നു? പ്രോട്ടിയോളിറ്റിക് പ്രോസസ്സിംഗ് ഇനാക്റ്റീവ് ആയുള്ള പ്രോഎൻസൈം പ്ലാസ്മിനോജനെ എന്തായി മാറ്റുന്നു? ആക്റ്റീവ് ആയുള്ള പ്രോട്ടീൻ പ്ലാസ്മിൻ ആക്കിയിട്ട് മാറ്റുന്നു. ഈ പ്ലാസ്മിൻ എന്ത് ചെയ്യുന്നു? ഇൻസോലബിൾ ആയുള്ള ഫൈബ്രിനോ ബ്ലഡ് ക്ലോട്ട്സിലുള്ള ഇൻസോലബിൾ ആയുള്ള ഫൈബ്രിനെ സോലബിൾ ആയുള്ള ഫൈബ്രിൻ ഫ്രാഗ്മെന്റ് ആയിട്ട് മാറ്റുന്നു. ഈ ഫൈബ്രിൻ അപ്പൊ എന്ത് ചെയ്യുന്നു? ബ്ലഡ് ക്ലോട്ട് ഡിസോൾവ് ചെയ്യുന്നു, ബ്ലഡ് വെസൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രോട്ടീൻ TPA എന്ന് പറഞ്ഞ പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെൽ കൾച്ചറിൽ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സെവറൽ അതർ റീകോംബിനന്റ് മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് യൂസിങ് animal cell culture are include the following. അതായത് പിന്നെ ഇത് പറയാൻ പോകുന്നത് വേറെയുള്ള ഇതുപോലുള്ള റീകോംബിനന്റ് മോളിക്യൂൾസ് ആണ് ലാർജ് ക്വാണ്ടിറ്റീസിൽ എന്തൊക്കെയാണ് വേറെ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? വാക്സിൻസ് പറഞ്ഞു, പ്രൊഡക്ഷൻ ഓഫ് മോണോക്ലോണൽ ആന്റിബോഡീസ് പറഞ്ഞു, ഇന്റർഫെറോൺസ് പറഞ്ഞു, അതുപോലെ തന്നെ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഉണ്ടാക്കുന്നു പറഞ്ഞു. പിന്നെ അത് കൂടാതെ ചില പ്രോഡക്ട്സ് ഉണ്ട്. ബ്ലഡ് ഫാക്ടർ 8 യൂസിംഗ് റീകോംബിനന്റ് DNA ടെക്നോളജി. ഫാക്ടർ 8 ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് ഫ്രം മാമേലിയൻ സെൽ കൾച്ചർ ആൻഡ് യൂസ്ഡ് ഫോർ ട്രീറ്റിംഗ് ഹീമോഫിലിയ A പേഷ്യൻസ്. ഹീമോഫിലിയ A പേഷ്യൻസിൽ നമുക്ക് ബ്ലഡ് ഫാക്ടർ 8 യൂസ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ എന്താണ് ഈ സെൽ കൾച്ചർ വഴിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ സെവറൽ ഹോർമോൺസ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അതായത് എർത്രോപോയറ്റിൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ക്യാൻ ഓൾസോ ബി സിന്തസൈസ്ഡ് യൂസിങ് സെൽ കൾച്ചേഴ്സ്. എർത്രോപോയറ്റിൻ അതുപോലെ തന്നെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ ഒക്കെ നമുക്ക് ഈ പ്രോസസ്സ് വഴി ഉണ്ടാക്കാൻ പറ്റും. അത് കൂടാതെ ഒരു നമ്പർ ഓഫ് ആന്റിജൻസ് that are used in viral vaccines are also being synthesized using cell cultures. Viral vaccines ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഒരുപാട് ആന്റിജൻസ് നമുക്ക് എന്ത് ചെയ്യാം? സെൽ കൾച്ചർ വഴി സിന്തസിസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞത് എന്തായിരുന്നു? എങ്ങനെയാണ് സെൽ കൾച്ചർ വാല്യുബിൾ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത്, ലാർജ് സ്കെയിലിൽ സെൽ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഏതൊക്കെ വാല്യുബിൾ പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത് നോക്കിയത്. പറഞ്ഞത് വാക്സിൻസ്, ഇന്റർഫെറോൺസ്, മോണോക്ലോണൽ ആന്റിബോഡീസ്, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഒക്കെയാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് പറഞ്ഞത്.